കഴക്കൂട്ടത്തെ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെ നാടിനെ നടുക്കി ഈ ദുരന്തത്തിന്റെ ചുരുളഴിയുകയാണ്. സ്വന്തം പിതാവ് മകനെ കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും അക്രമവാസനയും സമൂഹത്തിൽ എത്രത്തോളം ആഴത്തിൽ വേരൂന്നിയെന്ന് വ്യക്തമാക്കുന്നു. ഈ ക്രൂരകൃത്യം പ്രദേശവാസികളിൽ ഭീതിയും ഒപ്പം ഇത്തരം സംഭവങ്ങളിലേക്ക് നയിക്കുന്ന സാമൂഹിക കാരണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 7:30യോടെയാണ് കഴക്കൂട്ടത്തെ വീട്ടിൽ 30 വയസ്സുകാരനായ ഉല്ലാസ് രക്തത്തിൽ കുളിച്ച നിലയിൽ മരിച്ചത്. പതിവായി വഴക്കുണ്ടാകുന്ന വീട്ടിൽ അന്ന് രാവിലെയും ബഹളം കേട്ടതായി അയൽവാസികൾ പറയുന്നു. തുടർന്ന് ഉല്ലാസിന്റെ പിതാവ് ഉണ്ണികൃഷ്ണൻ നായർ തൊട്ടടുത്ത വീട്ടിലായിരുന്ന ഭാര്യ ഉഷയെ വിളിച്ചു. മകൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഉഷ സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഉല്ലാസ് നിലത്ത് മരിച്ചു കിടക്കുന്നതും കണ്ടു. ഉടൻ തന്നെ സമീപവാസികളെ വിവരം അറിയിക്കുകയും അവർ പോലീസിനെ വിളിക്കുകയും ചെയ്തു. പോത്തൻകോട് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഉല്ലാസിന്റെ മരണം സ്വാഭാവികമല്ലെന്നും മനസ്സിലാക്കി. നെഞ്ചിന്റെ ഭാഗത്തേറ്റ ആഴത്തിലുള്ള കുത്തേറ്റ മുറിവാണ് മരണകാരണമായി പോലീസിന് സംശയം തോന്നിയത്. തുടർന്ന് പോലീസ് ഉണ്ണികൃഷ്ണൻ നായരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യം പോലീസ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ നായർ ശ്രമിച്ചു. മറ്റാരോ വീട്ടിൽ കയറി മകനെ കൊലപ്പെടുത്തിയതാണെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഉണ്ണികൃഷ്ണൻ നായരുടെ പെരുമാറ്റത്തിലും മൊഴിയിലും പോലീസ് സംശയം പ്രകടിപ്പിച്ചു. സംഭവം നടന്ന സമയത്ത് വീട്ടിൽ മറ്റ് അപരിചിതർ കടന്നു കയറിയതായി സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടുമില്ല. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ വിശദമായി തന്നെ പരിശോധിച്ചു. സംശയങ്ങൾ കൂടുതൽ ബലപ്പെട്ടതോടെ ഉണ്ണികൃഷ്ണൻ നായരെ വിശദമായി ചോദ്യം ചെയ്തു. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. മകനെ കുത്തിക്കൊന്നത് താൻ തന്നെയാണെന്ന് ഇയാൾ പോലീസിനോട് ഏറ്റുപറഞ്ഞു. പലപ്പോഴും ഉല്ലാസും പിതാവും തമ്മിൽ കുടുംബപരമായ കാര്യങ്ങളെ ചൊല്ലി വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത് പലപ്പോഴും കയ്യാങ്കളിയിലേക്കും നയിച്ചിരുന്നു. സംഭവ ദിവസം ഇരുവരും തമ്മിൽ എന്താണ് തർക്കം ഉണ്ടായതെന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒരു ചെറിയ തർക്കത്തിന്റെ പേരിൽ പോലും ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിക്കുമോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നു. ഇത് കേവലം ഒരു തർക്കമല്ലെന്നും വർഷങ്ങളായി നിലനിന്നിരുന്ന കുടുംബ പ്രശ്നങ്ങളുടെ ഫലമായി സംഭവിച്ച ദുരിതമാണെന്നുമാണ് പോലീസ് കരുതുന്നത്. ഇത്തരം സംഭവങ്ങളിൽ കേവലം ഒരു നിമിഷത്തെ പ്രകോപനമല്ല കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നതും, മറിച്ച് ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വൈരാഗ്യത്തെയും വിദ്വേഷവും ചെറിയൊരു തർക്കത്തിൽ പോലും പുറത്തു വരാൻ കാരണമാകും. ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ നായരും മകനും തമ്മിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഉല്ലാസിന്റെ തൊഴിൽ രഹിതമായ അവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും ഈ തർക്കങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കാം. മകനെക്കുറിച്ചുള്ള അച്ഛന്റെ അതൃപ്തി ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വഴക്കുകളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിയുടെ ശ്രമം ഈ കേസിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. മറ്റാരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ ഇയാൾ ആദ്യം കളവ് പറഞ്ഞത്, അതോ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മറ്റാരെങ്കിലും ഉണ്ടോ? ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഉല്ലാസിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു. ഈ സംഭവം സമൂഹത്തിൽ നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ അക്രമം ഒരു വ്യക്തി സ്വന്തം മകനെ കൊല്ലാൻ പ്രേരിപ്പിക്കുമോ? സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ അക്രമവാസനയുടെ കാരണം എന്താണ്? കുടുംബ തർക്കങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതും? ഈ ദുരന്തം ഒരു മുന്നറിയിപ്പാണ് നൽകുന്നതും. കുടുംബങ്ങൾക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമെടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇത് ഓർമ്മിപ്പിക്കുന്നു. മനഃശാസ്ത്രപരമായ പിന്തുണയും കൗൺസിലിംഗും ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ പ്രധാനമാണ്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സമൂഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ചും ഒരു പുനർവിചിന്തനം ആവശ്യമാണ്.